അങ്ങനെ നമ്മുടെ ഓണം കുശാലാക്കാനായി സർക്കാരിൻ്റെ വക സർക്കാരും രംഗത്ത്. 4500 രൂപ ഫെസ്റ്റിവൽ അലവൻസ് അല്ല, ബോണസ്. കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു, മാറ്റമില്ല. 3000 രൂപ അലവൻസ് ആയിട്ട് കൊടുക്കും ഈ ബോണസ് കിട്ടാത്തവർക്ക്. ആശാ വർക്കേഴ്സിനും അങ്കണവാടി വർക്കേഴ്സിനും 1460 രൂപ ഓണം അലവൻസ് കൊടുക്കും. സർവീസ് പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും 1250 രൂപ കൊടുക്കും. ഡെയിലി വേജസുകാർക്ക് 1460 രൂപ കൊടുക്കും. ജനറൽ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും 20,000 രൂപ കൊടുക്കും. അതേസമയം കണ്ടിജൻസി ജീവനക്കാർക്ക് 6500 രൂപയാണ്. പാർട്ട് ടൈമും കണ്ടിജൻസിനും 6000 രൂപയാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ബോണസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും 17 മുതൽ വിതരണം ചെയ്യും. ഇപ്പോൾ വിതരണം ചെയ്ത് കാണും. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ എല്ലാവർക്കും പൈസ കിട്ടിക്കാണും എന്നാണ് കരുതുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് 24-ാം തീയതി അവർക്ക് ബോണസ് കിട്ടും. അവർക്ക് ശമ്പളം ബോണസും ഒക്കെ നേരത്തെ കിട്ടും. അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും ശമ്പളവും ബോണസും കിട്ടും. അത് പിന്നെ എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായി കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വിതരണം ആഗസ്റ്റ് 19 മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 25-ാം തീയതിയോടെ ആരംഭിക്കുന്ന പെൻഷൻ വിതരണം ഓണം പ്രമാണിച്ച് നേരത്തെ ആക്കിയതാണെന്ന് അറിയിച്ചു. ഇതിനായി 1105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി 630.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല 4500 പിന്നെ 20,000 അഡ്വാൻസും 3000-ഉം 6000-ഉം ഞാൻ പറഞ്ഞു. ആശാ വർക്കേഴ്സിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. 100 പ്രവൃത്തി ദിവസങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം തൊഴിലാളികൾക്ക് 1200 രൂപ ഓണം ബത്ത നൽകുന്നതിനായി 44.24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസങ്ങൾ പൂർത്തിയാക്കിയ 70,800 പേർക്ക് 1200 രൂപ ലഭിക്കും. സ്കൂൾ പാചക തൊഴിലാളികളെ വർദ്ധിപ്പിച്ച വേതനം ഉൾപ്പെടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ 44 കോടി രൂപയും അനുവദിച്ചു. ഇതുവരെ കണക്കുകൾ പ്രകാരം 60,07,650 കിറ്റുകളാണ് വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 30,60,60,090 കിറ്റുകൾ ഇതിനോടകം റേഷൻ കടലിൽ എത്തിച്ചു കഴിഞ്ഞു. ഓണക്കിറ്റുകൾ നൽകുന്നുള്ള തരത്തിൽ പ്രചരണം നടക്കുന്നുണ്ടെന്നും ആവശ്യമായ 5,93,000 കിറ്റുകളേക്കാൾ കൂടുതൽ സ്റ്റോക്ക് നിലവിലുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കിറ്റ് കൊടുക്കുന്നു. എല്ലാവർക്കും മീൻസ് അർഹതയുള്ളവർ കിറ്റ് കൊടുക്കുന്നു, ബോണസ് കൊടുക്കുന്നു. അപ്പോഴും ഇതൊന്നും കിട്ടാത്ത വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർക്കെങ്ങനെയാണ് ഓണത്തിന് പണം കിട്ടുക എന്നറിയില്ല. അതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ സംസ്ഥാനത്ത് നിലവിൽ ഉണ്ട്.